ചേർന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ആ ഉചിത സമയത്ത് കോൺഗ്രസ് ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ? തീരുമാനത്തിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം പാർട്ടി എടുത്തിരുന്നു. അപ്പൊ അതിന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലയോ? അപ്പൊ ആ എടുത്ത തീരുമാനത്തിൽ ഒരു കൂട്ടായ ആലോചന വേണമല്ലോ. അപ്പൊ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോഴും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പരസ്പരം കൂടി ആലോചിച്ച് ഏകകണ്ഠമായിട്ടാണ് ആ തീരുമാനമെടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോഴും ഏകകണ്ഠമായിരിക്കണം തീരുമാനം എന്നുള്ളത് കൊണ്ടാണ് ഒരു ദിവസം വൈകിയത്, അല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും കോൺഗ്രസ് എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. ആ തീരുമാനം പാർട്ടിയുടെ പ്രതിച്ഛായയെ ഒരു കാരണവശാലും കളങ്കപ്പെടുത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പ്രതികരണം നടത്തിയ വനിതാ നേതാക്കളടക്കം രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഞാനടക്കമുള്ള നേതാക്കന്മാരെ സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ച കുറെ ആളുകളുണ്ട്. പെയ്ഡ് സർവൻസും ഉണ്ട്, ഡിജിറ്റൽ മീഡിയയിലെ കുറെ ആളുകളുണ്ട്. ഇത്തരം ആളുകളെ കോൺഗ്രസ് പാർട്ടിയിൽ വെച്ചു പൊറിപ്പിച്ചാൽ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് അവർ കൊണ്ടുപോകും. അതുകൊണ്ട് അത്തരം ആളുകളെയും നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. മേലാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നൊരു സൈബർ ആക്രമണം ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ അവരെ കൂടി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പൊ ഈ ഇദ്ദേഹത്തെ പുറത്താക്കിയതോടുകൂടി കോൺഗ്രസിനും UDF-നും വലിയ ബാധ്യതയായിരിക്കുന്ന ഈ സൈബർ വെട്ടുകിളി കൂട്ടമുണ്ടല്ലോ, പാർട്ടിയെ തന്നെ ആക്രമിക്കുന്ന, അതിന്റെ നേതൃത്വത്തെ ആക്രമിക്കുന്ന ആ വെട്ടുകിളി കൂട്ടം അടങ്ങിപ്പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതോ ഇനിയും ഈ അസ്വസ്ഥരായി തുടരുമോ ആ സംഘം? അല്ല, ഈ വെട്ടുകളി കൂട്ടം എന്ന് പറയുന്നത് പെയ്ഡ് സർവൻസ് ആണ്. ആ പെയ്ഡ് സർവൻസ് അവര് ദിവസക്കൂലിക്കാരോ കൂലിക്കാരോ ആണ്. അവര് കൂലിപ്പടയാളികളാണ്. അത്തരം ആളുകൾ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ അനുനിമിഷം കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെ കൂടി ഈ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ കൂടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയും ഡാമേജുകൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് ഈ പാർട്ടിയോടല്ല കൂറും വിധേയത്വവും പ്രതിബദ്ധതയും. അവർക്ക് പണം കൊടുക്കുന്ന ആളുകളോടാണ് പ്രതിബദ്ധത. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ പാർട്ടിക്കും മേലെയാണ് വ്യക്തിപരമായ പ്രതിച്ഛായ എന്ന് സ്ഥാപിക്കാനാണല്ലോ ഇത്തരം വെട്ടുകിളി കൂട്ടങ്ങളെ പണം കൊടുത്ത് ഉപയോഗിക്കുന്നത് താങ്കളുടെ ഭാഷയിൽ. അപ്പോൾ അങ്ങനെ ഇൻവിസിബിളായി ഇവർക്ക് മേലെ പ്രവർത്തിക്കുന്ന രക്ഷാധികാരി വേറെയും ഉണ്ടോ പാർട്ടിയിൽ, ഈ രാഹുൽ അല്ലാതെ? അല്ല, അതൊക്കെ ഇതിപ്പോ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. ഇതൊക്കെ ഇത് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ബോധം എല്ലാവർക്കും ഉണ്ട്. അത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. എന്തായാലും ഈ സൈബർ സംഘങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കാം, പാർട്ടിയെ പേടിപ്പിക്കാം എന്ന് വിചാരിച്ചവർ പരാജയപ്പെട്ട ദിവസമാണെന്ന് താങ്കൾ പറയും? തീർച്ചയായിട്ടും. കാര്യം ഈ സൈബർ വെട്ടുകിളികൾ ആക്രമണം നടത്തിയാൽ ഭീരുക്കളായി പേടിച്ച് പിന്മാറുമെന്നാണ് അവന്മാർ ധരിച്ചത്. പക്ഷേ അങ്ങനെ പേടിച്ച് പിന്മാറാ ആളുകളും ഈ പാർട്ടിയിൽ ഉണ്ടെന്ന് അവന്മാർ മനസ്സിലാക്കി. കാരണം അത്ര ഹീനമായി, അത്ര മൃഗീയമായി, അത്ര പൈശാചികമായി, അത്ര തരംതാണ രീതിയിലല്ലേ എല്ലാ നേതാക്കന്മാരെ ആക്രമിച്ച് പ്രതിപക്ഷ നേതാവിനെ, മുൻ പ്രതിപക്ഷ നേതാവിനെ, കെ മുരളീധരനെ, വനിതാ നേതാക്കന്മാരെ, ഞാനടക്കം എല്ലാവരെയും അപമാനിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി മനോവീര്യം നഷ്ടപ്പെടുത്തി ഈ തങ്ങൾക്ക് പണം കൊടുക്കുന്ന ആളുകളെ സംരക്ഷിക്കാമെന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ വെട്ടുകിളികൾ, ആ വെട്ടുകിളികൾക്ക് വെട്ടുകിട്ടിയിരിക്കുന്നു. ശരി, താങ്ക് യു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ധന്യ. അതായത് ഈ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾക്ക് അദൃശ്യരായ രക്ഷകർത്താവ് വേറെ ഉണ്ടോ എന്ന ചോദ്യത്തിന് അത് അരമൻ രഹസ്യമാണെങ്കിലും അങ്ങാടിപ്പാട്ടാണ്, എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായി സംഘടിപ്പിച്ച പരിപാടിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരുടെയായി പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. മറ്റേതെങ്കിലും ഒരു പാർട്ടി സ്വീകരിക്കുമോ ഇത്തരം കർക്കശമായ നടപടി എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നത്, പ്രധാന നേതാക്കൾ എല്ലാവരും ചോദിക്കുന്നത്, DC പ്രസിഡന്റ് അടക്കം ചോദിക്കുന്നത്.